അപ്പോൾ ഇനിയിപ്പോൾ ഈ വേലിയിറക്കം ആവുകയാണോ? അങ്ങനെയെങ്കിൽ എപ്പോഴായിരിക്കും ഡ്രഡ്ജറിലൂടെയുള്ള തെരച്ചിൽ ഉടൻ തന്നെ തുടങ്ങുമോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ തരുന്നുണ്ടോ? Dredging with Bombay, 5 people are there, driving people are there. If he is coming without having doing any comments, no problem. If he wants for his service fees to be paid, no problem. But he should not say that nobody has supported from department and all these things, because it is not fair. You are saying that Ishwar Malpe trying to a parallel search. Parallel search, how it is not his own property. It is the government property. And tomorrow if something happens wrong, then who is responsible? District administration is responsible first. Then police department, then us. Yeah. Okay. Sir, what is the tomorrow search? Will not support him. Do you think that this has happened? We have not supported him. You tell me, we have not supported him. You are not seen. You are 24/7. You are here only. Anything is we have did it wrong with him from our district administration side. You tell me. You have seen. You have noticed. Then. Sir, let me know the details of a tomorrow team coming here. Indra Balan, I have booked the ticket. He is coming tomorrow morning. He is giving the indications, and we will request DC to bring that seabird people also, Navy people also, and whatever they have given the indication, there we will start. Then dredging will continue for how many days? It is 80 hours. 80 hours. Sir, Navy team 80 hours means it is 10 days. Navy team also join with. I will tell tomorrow, because you people are more interested in Navy, no? I will tell them. Okay? അതായത് MLA ആ കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മേജർ ഇന്ദ്രപാലിനെ ഇവിടേക്ക് എത്തിക്കുന്നതിന് അദ്ദേഹത്തിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം നാളെ രാവിലെയോടുകൂടി ഇവിടേക്ക് എത്തും. ഇനിയിപ്പോൾ ഈശ്വർ മാൽപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകുന്ന പിന്തുണയൊന്നും അപ്പോൾ ഉണ്ടാകില്ല. DC നിങ്ങൾ കുറ്റപ്പെടുത്തും. ജില്ലാ കളക്ടറെയും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തെയും ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് അനുമതി നിഷേധിച്ചത് എന്ന അർത്ഥത്തിലേക്ക് അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, നേവിയുടെ സഹായം ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു. നമ്മൾ ഈ മൂന്നാം ഘട്ട ദൗത്യം തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ കാർവാർ MLA മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ നമ്മൾ ചോദിച്ചിരുന്നത്. അദ്ദേഹം അപ്പോൾ നേവി ഒന്നും വേണ്ട, ആവശ്യമില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം മറുപടിയായി നൽകിയിരുന്നത്. ആ മറുപടിക്ക് കൂടി ഒരു വ്യക്തത വരുത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ അദ്ദേഹം പറയുന്നത് നാളെ പറയാം എന്നുള്ളതാണ്. നേവിയുമായിട്ട് ജില്ലാ ഭരണകൂടം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും നേരത്തെ മുഴുവൻ മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാളെ ഇപ്പോൾ മേജർ ഇന്ദ്രപാലിൻ്റെ സംഘം അദ്ദേഹം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ഇൻഡിക്കേഷൻ എന്നുള്ള പോയിന്റ് ഏതാണെന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഡ്രഡ്ജിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ സേഫ്റ്റി മെഷേഴ്സ് എന്നുള്ള നിലയിൽ സോണാർ ടെക്നോളജിയൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി പരീക്ഷിക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ? അങ്ങനെയെങ്കിൽ നേവി സംഘം കൂടി ഈ ഒരു മൂന്നാം ഘട്ട ദൗത്യത്തിൻ്റെ ഭാഗമാകുമോ എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. സ്മൃതി. ശരി, അവിടെ ഇപ്പോൾ കാർവാർ MLAയുടെ പ്രതികരണമാണ് കണ്ടത്. തെരച്ചിലുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു അനിശ്ചിതത്വം ഉണ്ട് എന്നുള്ള വാർത്തകൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് കാർവാർ MLA. അതോടൊപ്പം തന്നെ അവിടെ ജില്ലാ കളക്ടറും മന്ത്രിയും എത്തിയിരിക്കുന്നു. മന്ത്രി വളരെ ദൂരെ നിന്നും ഇന്നിപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്ന ഇടത്തേക്ക് വരേണ്ടതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നാണ് ഇപ്പോൾ കാർവാർ MLA ചോദിച്ചത്. ഇങ്ങനെയൊരു വിവാദത്തിന് അടിസ്ഥാനമില്ല. പലപ്പോഴായി ഈശ്വർ മാൽപ്പെ ജില്ലാ ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കുന്നു. തെരച്ചിലിൽ ഒരുമിച്ചെടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായി മാറി നിന്ന് ഒറ്റയ്ക്ക് തിരച്ചിലിന് നീങ്ങുന്നു. അത് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൂടി അത് പ്രശ്നമാണ്. മുൻകരുതൽ എടുക്കാതെ ഇറങ്ങുന്ന രീതി കൂടിയുണ്ട്. അത് അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ്. ഈശ്വർ മാൽപ്പെ എന്ന വ്യക്തിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, ഈ രൂപത്തിൽ തിരച്ചിൽ നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് കാർവാർ MLA വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ദൗത്യം നാളെയോടുകൂടി അവസാനിക്കും എന്നുള്ള വാർത്തകളും പൂർണ്ണമായും നിഷേധിക്കുകയും ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡ്രഡ്ജറിൻ്റെ കൂടെ എത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനെ വിളിപ്പിച്ചുകൊണ്ട് നാളെയല്ലല്ലോ കഴിയുന്നത്, 10 ദിവസം തുടർച്ചയായുള്ള തിരച്ചിലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് അതിനുള്ള മറുപടിയും നൽകിയിരിക്കുന്നു. നാളെ തിരച്ചിൽ അവസാനിക്കുന്നില്ല, ദിവസം 8 മണിക്കൂർ എന്ന നിലയിൽ തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് കാർവാർ MLA പറയുന്നത്. പക്ഷേ തിരച്ചിലിൻ്റെ വേഗം പോരാ എന്നുള്ള കാര്യം അർജുൻ്റെ ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട്. ഡ്രഡ്ജറിൽ ഉള്ള തിരച്ചിൽ പലപ്പോഴായി ഈ വേലിയേറ്റ സമയത്ത് തിരച്ചിൽ നടത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പിന്നീട് വേലിയിറക്കത്തിന് കാത്തിരിക്കുന്നു. അതിനിടയ്ക്കിടയ്ക്ക് മഴയുണ്ടാകുന്നു. വെള്ളത്തിൻ്റെ നില എല്ലാ സമയവും ഒരുപോലെയല്ല എന്നുള്ളതും ആശങ്കയുണ്ടാക്കുന്നതാണ്. പക്ഷേ
നിലവിൽ അത്തരം പ്രശ്നങ്ങളില്ല. പക്ഷേ വേലിയിറക്കത്തിന് കാത്തിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് നിലവിലുള്ള ഒരു വെല്ലുവിളി എന്നുള്ളത്. പക്ഷേ 10 ദിവസം തുടർച്ചയായ തിരച്ചിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ദീപക് മലമയും അഭിലാഷും തുടരുന്നുണ്ട്. അഭിലാഷ് ഇപ്പോൾ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഉയർന്ന സംശയങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ വിവാദങ്ങൾ അത് അവിടെ തന്നെ അവസാനിപ്പിക്കുകയാണ് കാർവാർ MLA ഇപ്പോൾ പ്രതികരിക്കുന്നു. ഈശ്വർ മാൽപ്പയുടെ മടക്കത്തെക്കുറിച്ച് പോലും വ്യക്തമായി അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞു. അർജുൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് എന്തായാലും തിരച്ചിലൊരു ഫലമുണ്ടാവുക എന്നാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല അവർ കർണാടക മുഖ്യമന്ത്രിയെ കണ്ട ശേഷമാണ് ഈ ഡ്രഡ്ജർ വരുത്തിച്ചത്. അതുകൊണ്ട് തന്നെ കർണാടക സർക്കാരിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്യാവുന്ന കാര്യവും അതുതന്നെയാണ്. ഇപ്പോൾ മേജർ ഇന്ദ്രപാലിനും എത്തുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ കാർവാർ MLA അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്.